ഇവിടെ ഒരു സാധനം വെച്ചാൽ കാണിക്കില്ല. എന്നാലും അതെവിടെ പോയി? ഞാൻ ഇവിടെ ആണല്ലോ വെച്ചത്. സുമേ, എടി സുമേ. രാവിലെയാണ് തുടങ്ങിയത്. ഞാനവിടെ വെച്ച പൈസ എന്ത് ചെയ്തു? നിങ്ങളെ വെച്ച ആക്കണം. എവിടെ വെച്ചാണോ രാവിലെ ബാക്കിയുള്ളവരും നീക്കിട്ടില്ല. വേഗം അപ്പാടെ എടുക്കുന്ന വെച്ചാൽ എൻ്റെ പൈസ ഇട്ട് തന്നേക്കണം. ഇതല്ലേ നിങ്ങളുടെ പൈസ? കണ്ണും കാണുന്നില്ല. ദേ കണ്ണു കാണാത്തതേ എനിക്കല്ല, എനിക്ക് കെട്ടിയതിനടുത്തുണ്ടല്ലോ എൻ്റെ മോൻ, അവനായിരുന്നു കാണാത്തത്. രാവിലെ തന്നെ തുടങ്ങിയാലുണ്ടല്ലോ. അതേടി, അവൻ ആയ കാലത്ത് കണ്ണു കാണാനെങ്കിലേ നിന്നെപ്പോലെ എടുത്ത് ഈ വീട്ടിൽ വരത്തില്ല. അങ്ങനെ ചുമ്മാ വന്നുകളൊന്നും അല്ലേ ചുമ്മാ. പിന്നെ കൊട്ടക്കണക്കല്ലേ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇങ്ങോട്ട് കയറി വന്ന ഒറ്റ തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ദൈവമേ, എന്റെ തലയാണ് എടുക്കാൻ. ഒന്ന് നടത്തുന്നു നേരമായിട്ടുണ്ട് കൂടെ. ഒരു സുഖമായി ഫോൺ തെളിയാതിരിക്കുന്നില്ല. നല്ല പാട്ടത്തെ പാടി വെള്ളത്തിന്റെ സ്വാതന്ത്ര്യമാണ്. നമ്മുടെ കാവ്യത്തിന് കുടുംബവും ഇപ്പോൾ ജോലി ചെയ്തിട്ടുണ്ട്. അവര് എന്തോ സാങ്കേതിക തകരാറുകൾ കയറാൻ പറ്റിയില്ല. അതുകൊണ്ട് സാക്ഷ്യങ്ങളെങ്കിലും സഹോദരിമാർക്ക് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ സഹോദരിമാർക്ക് സാക്ഷ്യങ്ങൾ പറയാൻ അവസരം നമ്മൾ കൊടുക്കുകയാണ്. ദയവായിട്ട് പറഞ്ഞാൽ സാക്ഷ്യം പറഞ്ഞാൽ സുമ സഹോദരി സാക്ഷ്യം പറഞ്ഞാൽ. ഹലോ, കേൾക്കാവോ? ഓക്കെ, സുമ സഹോദരി സാക്ഷ്യം പറഞ്ഞാൽ. ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. റേഞ്ച് കിട്ടാത്തതുകൊണ്ട് നമുക്ക് സമയത്തിന് കയറാൻ പറ്റിയില്ല. എനിക്ക് പറയാൻ പറ്റത്തില്ല. അവരെപ്പെട്ട സുമ സഹോദരിയോട് ശ്രദ്ധിക്കുന്നു. പലപ്പോഴും സഹോദരി പുറത്ത് വളരെ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കാരണം സാക്ഷ്യമാണെങ്കിലും പ്രാർത്ഥനയാണെങ്കിലും എപ്പോഴും കണ്ണീർ വരുന്ന സഹോദരിയാണ്. നമ്മുടെ സഭയിലെ മറ്റു പല സഹോദരിമാർക്കും മാതൃകാപരമായിട്ടുള്ള ആത്മീയ അനുഭവങ്ങളുള്ള സഹോദരിയാണ്. സഹോദരിയോട് ദൈവത്തെ സ്തുതിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തോടുള്ള നന്ദിയും സ്നേഹവും ഒന്നും എനിക്ക് പറയാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ദൈവം സഹോദരി ധാരാളമായി അനുഗ്രഹിക്കുന്ന ആളുടെ അമ്മമാരോട് പറഞ്ഞാട്ടെ. അമ്മമ്മേക്കാവോ എന്നോട് പറഞ്ഞാട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ സഭയിലെ ഒരു മുതിർന്ന സഹോദരി എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് ചിലത് പറയാനുണ്ട്. നമ്മൾ സഹോദരിമാർ കുടുംബത്തിൻ്റെ വിളക്കായിരിക്കണം, സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കണം. നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും എല്ലാം കൃപയോടുകൂടിയതായിരിക്കണം. നമ്മൾ നന്നായ കുടുംബം നന്നാകും, കുടുംബം നന്നായ സഭ നന്നാകും. ഞാനും ദൈവം എനിക്ക് തന്ന എൻ്റെ മോളും ഞങ്ങൾ എപ്പോഴും നമ്മുടെ സഭയിലെ സഹോദരിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. നമ്മുടെ സഭയുടെ അനുഗ്രഹത്തിനായി നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നോക്കുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. കട്ടായി പോയത് മോനെ, വീഡിയോ കട്ടാവുക. പോയി. നിന്റെ ദൈവമേ. ഇത് ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. കിട്ടിയാടുന്ന കപട വിഷയങ്ങളുടെ പഴക്കവും തണുക്കവും കൊണ്ട് തിരുത്തലുകൾക്ക് വിധേയമാകാൻ മനസ്സ് വയ്ക്കാത്ത കപട ഭക്തർക്ക് സഭയുടെ 4 ചുവരുകൾക്കുള്ളിൽ ആത്മീയതയുടെ അനുഭവങ്ങൾക്ക് പകരം അഭിനയങ്ങൾ കൈമുതലാക്കിയ പൊയ്മുഖങ്ങൾ മാറേണ്ടത് പ്രഹസനങ്ങളാണ്, അർത്ഥശൂന്യമായ പ്രകടനങ്ങളുമാണ്. അന്തർഭാഗത്തിലെ സത്യം ഇച്ഛിക്കുന്ന ദൈവം അന്തരംഗത്തിൽ നമ്മെ ജ്ഞാനം കേൾപ്പിക്കട്ടെ. താങ്ക് യു.